ആ എണീച്ചാ? അവിടെ വീട്ടിൽ നല്ല താമസം എണീക്കുന്നതെന്ന് തോന്നൂലേ? അല്ല, ഞാൻ വീട്ടിൽ നേരത്തെ എണീക്കലുണ്ട്. പിന്നെ ഇന്നിത്തിരി ഉറക്കത്തിൽ പെട്ടു. ഇനി മുതൽ ഞാൻ നേരത്തെ എണീറ്റോളാം. കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ എണീറ്റിട്ടു ഇവിടെ ഇപ്പം അതിന് മാത്രമുള്ള പണിയൊന്നുമില്ല. ഇനി ഈ നേരം വെളുക്കുമ്പോൾ ആ ഫാനും കാര്യങ്ങളും ഒന്നും ഇടണ്ട കേട്ടോ. നമ്മുടെ പാടത്തിന്റെ നേരെയല്ലേ ആ റൂം വരുന്നത്. നല്ല കാറ്റാ കിട്ടുന്നേ. അപ്പോൾ പ്രത്യേകിച്ചൊരു ഫാനിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ മോളെ കുറ്റം പറഞ്ഞൊന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെടാനുണ്ടല്ലോ. ഞാൻ തന്നെ വേണ്ടേ പറഞ്ഞു തരാനായിട്ട്. ഇപ്പം പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതാണ് കേട്ടോ. ആ ആ അത് ഞാൻ കഴുകി വെച്ച പാത്രമാണ് മോളെ, പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കുടിക്കാൻ വേണ്ടി മാത്രല്ലേ, അപ്പൊ അതിന് വലിയ ഇതാക്കൊന്നും വേണ്ട. ഒന്ന് ചുറ്റിച്ചങ്ങ് കഴുകിയാൽ മതി. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിലെ വെള്ളം അങ്ങ് തീർന്നു പോവേ. കറണ്ട് ബില്ല് എത്രയാ ആവണേ. എല്ലാം ഉപ്പച്ചി വേണ്ടേ ചെയ്യാന്. അപ്പൊ അത് കുറച്ചൊക്കെ എടുക്കിട്ടോ. ആ ഇവിടെ വെള്ളത്തിന് അത്രയും ക്ഷാമമുണ്ടോ? നമുക്ക് ക്ഷാമമൊന്നുമില്ല. നമ്മുടെ കിണറ്റിൽ ഇപ്പൊ ഈ പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെള്ളമുണ്ട്. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മോട്ടർ കത്തല്ലേ, മോട്ടർ കത്തി 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 കയറണ്ടേ അങ്ങോട്ട്. വെള്ളം കയറിയാലല്ലേ കാര്യം നടക്കുള്ളൂ. കറണ്ട് ബില്ലും അതുപോലെ അങ്ങ് കയറും. അതുകൊണ്ടാ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തേവി 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 കഴുകിയിരുന്നു പാത്രമൊക്കെ. അപ്പൊ അതിന് മാത്രം വെള്ളമൊന്നും ആവൂല. ആദ്യത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. എല്ലാം ധാരാളിത്തം ഭയങ്കര ആവുന്നേ വെള്ളമൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ. ഞാൻ പിന്നെ ഒന്നരാടനൊക്കെ വെള്ളം ഇടുള്ളൂ. എന്നൊന്നും വെള്ളം ഇടുവൊന്നുമില്ല. എന്നിട്ട് ഞാൻ അത്രയും കണ്ട് സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. എനിക്ക് ഒന്നരാടൻ വെള്ളം ഇട്ടാൽ മതി ഇവിടെ. ഒന്നരാടനോ? ആ എന്തിനാ മോളെ ഇങ്ങനെ പകലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നേ? നമുക്ക് രാത്രിയല്ലേ ലൈറ്റിന്റെ ആവശ്യം വേണ്ടൂ. ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിന്ന് വരുമ്പോഴും ഉണ്ട് എൻ്റെ റൂമിൽ കിടക്കുന്ന ലൈറ്റ്. നമുക്ക് പകല് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ദൂരം കറണ്ട് ബില്ലാവുന്നേ. ഇതൊക്കെ ആരടയ്ക്കും? അതല്ല ഉമ്മ, ഞാനിവിടെ വന്നിരുന്നപ്പോൾ വെളിച്ചം തീരെ ഇല്ലാത്ത പോലെ തോന്നി. അതാ ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടത്. ഈ എന്തിനാ ഈ ജനലും വാതിലും എല്ലാം അടച്ച മൂടിയിരിക്കുന്നേ? അനക്കതൊക്കെ ഒന്ന് തുറന്നിട്ടാ നല്ല കാറ്റ് വരും. ഫാനിന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. ഫാനും കരണ്ടും ടിവിയും ഫോണ് കുത്തലും എല്ലാം കൂടെ എത്രയാ വരുമാനം ഉണ്ടോ ഇതിനൊക്കെ? ഇതെന്തൊരു പിശുക്കായത്. ഇങ്ങനെ പിശുക്ക് കിട്ടുമ്പോൾ നാളെ തിന്നാനും വരുമല്ലോ. പിശുക്ക് മൊത്തം കണ്ടുപിടിച്ചത് ഉമ്മച്ചിയാണ്. ആമിന 500, സുബൈദ 500. സുബൈദ 500ഓ? ആഹാ, അത് കൊള്ളാലോ. ഓക്കല്ലേ ഞാൻ 4 കൊല്ലം മുന്നേ 2 പെമ്മക്കും 2 കല്യാണത്തിന് 250 വെച്ച് കൊടുത്തത്. കറക്റ്റ് പൈസ തിരിച്ചു തന്നേക്കുന്നേ. ഒന്നിനും കൊടുക്കാതിരിക്കുന്ന ഭേദം. നമ്മൾ കൊടുത്തു വെക്കുന്ന വെറുതെയാ. എന്തൊരു പിശുക്കായത്. ഒരു 100 റുപ്യ കൂട്ടി തരണ്ടേ? അത് വല്ലാത്ത കഥയായിപ്പോയി. 4 കൊല്ലം മുന്നേ 250 വെച്ച് കൊടുത്തതാ ഞാൻ 2 പെമ്മക്കക്ക്. ആ കറക്റ്റ് 250 വെച്ചിട്ട് 500. പിശുക്ക് കണ്ടുപിടിച്ചത് അവളാണോന്ന് ആർക്കറിയേ. ഉമ്മ, സമയം 4:30 ആയില്ലേ? ചായ അല്ലേ വെക്കല്ലേ എല്ലാവർക്കും? ആ വെച്ചോ.
ആ ഫ്രിഡ്ജിലുള്ള പാലൊക്കെ എടുക്കാല്ലേ? ആ ഫ്രിഡ്ജിലുള്ള പാലൊന്നും മൊത്തമൊക്കെ ഒന്നും വേണ്ട. നമ്മൾ മൂന്നാൾ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാല് ബാപ്പാക്ക് വെക്കണ്ട കേട്ടോ. ബാപ്പാക്ക് ഞാനിപ്പോൾ അങ്ങോട്ട് പാടത്തേക്ക് പോവാ പറഞ്ഞപ്പോഴാണ് ഞാൻ വെച്ചു കൊടുത്തത്. ആ വെച്ചു കൊടുത്ത പാത്രം അവിടെ ഉണ്ട് കേട്ടോ. ആ പാത്രം ഇനി കഴുകാൻ നിൽക്കണ്ട. അതിലുള്ള ആ മട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങ് വെച്ചോ. ഞാൻ കുറച്ച് കണക്ക് കൂട്ടുമായിരുന്നു. കല്യാണത്തിന് കിട്ടിയത് നമ്മൾ കൊടുത്തതും ഒക്കെ ഉണ്ടല്ലോ, കൊടുത്തു വെച്ചതുണ്ടല്ലോ. ആകെയുള്ള ഒരു ചെക്കൻ്റെ കല്യാണമായിരുന്നു, അത് കിട്ടിയില്ല. എന്തായാലും ആ പാത്രത്തിൽ തന്നെ വെച്ചോട്ടോ. അതിൽ തന്നെ എങ്ങനെ ചായ വെക്കുന്നു ഉമ്മ? കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. എനിക്കൊന്നും അങ്ങനെയൊന്നും ഒരു ശീലമൊന്നും ഇല്ല കേട്ടോ. ആ, അത് പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? പണിയെടുക്കുന്നത് മൊത്തം ഇനിയിപ്പോൾ ഇത് മേടിക്കാനേ കാശുണ്ടാവുള്ളോ? അതിലത്രയും ചായപ്പൊടി ഇല്ലേ? അതിന്റെ ബാക്കി ഇട്ടാ പോരെ ചായപ്പൊടി? ആ, ഇങ്ങനെ ധാരാളിത്തം കാണിക്കാൻ നിന്നാ ഇപ്പൊ കാര്യമൊക്കെ നടക്കും. അത് തന്നെ എടുത്താ മതി. ആ ഉമ്മ, അരിയുടെ വെള്ളം ചൂടായി. അരി ഇടട്ടെ എന്നാല്? ആ, വെള്ളം ചൂടായോ? ആ, എന്നാ അങ്ങ് അരി എടുത്തിട്. എത്രയാ ഉമ്മ ഇടുന്നത്? എന്ന് വെച്ചാ 2 നാഴി വടിച്ചങ്ങ് ഇട്ടാ മതി. അത് വടിച്ചിടണം കേട്ടോ. അല്ലാണ്ട് കൂമ്പാരാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളച്ചോറൊന്നും ആരും കഴിക്കൂലെന്നേ പിറ്റേ ദിവസം. നമുക്ക് ഇന്നലെ വെച്ചതൊക്കെ നല്ല പാങ്ങായില്ലേ? അത് മതി. അല്ലാതെ കുറേ വെച്ചുണ്ടാക്കി കലം നിറച്ചുണ്ടാക്കിയിട്ടൊന്നും ഇവിടെ ആരും കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ആ 2 നാഴി അങ്ങോട്ട് വടിച്ചങ്ങ് ഇട്ടോ. അത് മതി കേട്ടോ. ശരി, ഇട്. രണ്ട് നാഴി വടിച്ചിടാനൊക്കെ കാരണം എങ്ങനെ ഇങ്ങനെ പിശുക്കണ്ടേ. എന്തായി, കുറച്ചുകൂടെ കിടക്കട്ടെ. ഇച്ചിരി ചോറ് ഉണ്ടെന്ന് വെച്ചിട്ട് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഇന്നലെ രാത്രി മര്യാദയ്ക്കൊന്നും ചോറ് തിന്നാൻ പോലും കിട്ടിയിട്ടില്ല. വയറ് നിറഞ്ഞിട്ടും കൂടിയില്ല. കുറച്ച് കൂടുതലിട്ടാൽ ഇനി പണിയാവുമോ? കിടക്കട്ടെ. ഇച്ചിരി കുറച്ച് ചോറ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതെന്തിനിപ്പോൾ ഇത് നീ ഉള്ളി അരിയുന്നത്? ഉമ്മ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയാൻ പറഞ്ഞില്ലായിരുന്നോ? അതരിയാ. 2 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് പൊരിക്കാനൊക്കെ ആയിട്ട് ഈ വലിയ ഉള്ളി തന്നെ എടുക്കണമായിരുന്നോ? അനക്കാ ചെറിയ ഉള്ളി 3-4 എടുത്തിട്ട് കുത്തി അരിച്ചിട്ടാ പോരായിരുന്നോ? ഇങ്ങനെ ധാരാളിത്തം കാണിക്കാനാണെങ്കിൽ ഇവിടുത്തെ ചെലവൊക്കെ നോക്കുന്ന വാപ്പച്ചിയാ. അല്ലാതെ ഓൻ 1 രൂപയും ചെലവിലോട്ടൊന്നും തരുന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തൊരു ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ കിട്ടുകയാണെങ്കിൽ ഓൻ പോയിട്ടൊരു ഇറച്ചിയോ മീനോ എന്തെങ്കിലും കൊണ്ടുവരും. അതാണ് അവൻ്റെ ചെലവ്. വാപ്പച്ചിക്ക് എനിക്കൊക്കെ ആണെങ്കിലും ഏത് നേരം അസുഖങ്ങളാണ്. ആ ചെലവും വാപ്പച്ചിയാണ് നോക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരാളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓനോട് ചെന്നിട്ട് കേട്ടോ. വീട്ടിൽ ചെലവിന് കാര്യങ്ങളൊക്കെ തരണം എന്നുള്ളത്. വാപ്പച്ചീനെ കൊണ്ട് തന്നെ ഇതൊന്നും എല്ലാം കൂടെ എൻ്റെ ചെലവിന് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പറയാം ഉമ്മ. നീ ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഇപ്പം അങ്ങോട്ട് നടത്തി തരൂ അവൻ. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാ, കുറേ പറഞ്ഞും നോക്കിയതാ. അപ്പോഴും അവൻ ആ അടവുണ്ട്, ഈ അടവുണ്ട്, അപ്പുറത്തെ അടവുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ നിപ്പാണ്. ആ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്യ്, നോക്ക് നീ. ഹലോ. ആ, പറയ്. എന്താ വിശേഷം? എന്ത് വിശേഷം? സുഖം. ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ചോദിക്കേ. നിങ്ങൾ ഇവിടെ ചെലവിനൊന്നും ഉമ്മച്ചിയുടെ കയ്യിലൊന്നും പൈസ ഒന്നും കൊടുക്കുന്നില്ലേ? ഞാൻ ചെലവിന് പൈസ കൊടുക്കാറൊന്നുമില്ല. വാപ്പച്ചിയാണ് എല്ലാം നോക്കുന്നത്. എനിക്കിങ്ങനെ പറ്റൂല കേട്ടോ. ഇവിടെ ഉമ്മച്ചിക്ക് എന്തൊരു പിശുക്കാ. അതെടുക്കാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, കറണ്ട് ഓണാക്കി ഇടാൻ പാടില്ല, ഫാൻ ഓണാക്കി ഇടാൻ പാടില്ല.
ഇങ്ങനെയൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല. ഒരു സാധനം എടുക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്തിനേലും ചെലവിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ അതെങ്കിലും പറയാലോ. ഇതൊന്നും കൊടുക്കാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നേ? അറ്റ്ലീസ്റ്റ് ആ കറണ്ട് ബില്ലെങ്കിലും ഒന്ന് അടിച്ചൂടെ? ഇതൊന്നും അടയ്ക്കാതെ പൈസയും കൊടുക്കാതെ എനിക്ക് പറ്റൂല കേട്ടോ ഇങ്ങനെയൊന്നും നിൽക്കാനേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. അവിടെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്. നീ ഇതെവിടേക്കാണ്? തിരുമ്പാൻ പോവാണ്. വേറെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അല്ല അതല്ല, നീ ഇപ്പം ഇന്നലെ ഒന്ന് ഒരു പ്രാവശ്യം ഇട്ടിട്ടല്ലേ ഉള്ളൂ. ഒരു വിരുന്നിന് പോയപ്പെട്ട ചുരിദാറല്ലേ ഇതിപ്പോ ഏതു നേരവും തിരുമാൻ നിന്നാല് അതിന് മാത്രമുള്ള സോപ്പ് പൊടിയോ ഒക്കെ വേണ്ടേ? ഇതിപ്പോ എനക്ക് നാളെയും കൂടി ഇല്ലേ ഒരു വിരുന്നില്ലേ, വിളിച്ചിട്ടില്ലേ ഓര്? എന്നാ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് തിരുമ്പിയാ പോരെ? ഒറ്റയടിക്ക് ഒരു ചുരിദാർ ഒരു നേരമൊക്കെ ഇടുവുള്ളൂ. താത്ത താത്ത ആ മോളെ, ഉമ്മല്ലേ അവിടെ? ഉമ്മച്ചി അകത്തുണ്ട്, വിളിക്കണോ? ആ വേണ്ട, വിളിക്കൊന്നും വേണ്ട. 2 തക്കാളി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോൾ തക്കാളി ഇല്ല. അപ്പം എന്നെ 2 മേടിക്കാൻ വിചാരിച്ചു വന്നതാ. ഞാനിപ്പോൾ എടുത്തു തരാം. ഓ, എങ്ങനെ ഇപ്പം എടുത്ത് കൊടുക്കുക? മൊത്താകെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടല്ലേ അവിടെ വെച്ചിരിക്കുന്നേ. ചോദിക്കാതെ കൊടുത്താലും ഇപ്പം ഇനി പണി കിട്ടും. ചോദിച്ചിട്ട് കൊടുക്കാം. ഉമ്മ, അപ്പുറത്തെ വീട്ടിലെ താത്ത വന്നിരിക്കുന്നേ. 2 തക്കാളി ഉണ്ടേ കൊടുക്കേ. ആര്? ആ നബീസ ആയിരിക്കൂല്ലേ? ആ, ഓക്ക് ഇത് തന്നെ പണി. ഓരോ വീട്ടിൽ കൂടെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുക. അവൾക്കൊരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത് അവള് തന്നെ ആക്കി വെക്കും. ഇവിടെ ഇല്ല പറയും. ഇതേ കൊടുത്തു കഴിഞ്ഞ ഒരു ശീലാവും. പിന്നെ എന്നെ ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അതുണ്ടോ ഇതുണ്ടോ അപ്പുറത്തുണ്ടോ എന്ന് ചോദിച്ചു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കുറേ ചോദിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് എടുത്ത് കൊടുത്തു പോവില്ലേ? ഇവിടെ ഇല്ല പറഞ്ഞേരെ. ആ, എല്ലാം അങ്ങ് ശരിയായി വരുന്നേ ഉള്ളൂന്നേ. ഇല്ല നൈബോ, നമ്മുടെ ആ ചിട്ടവട്ടത്തിനുള്ള ഒന്നും പറ്റിയ ആളല്ല. എല്ലാം ഭയങ്കര ധാരാളിത്താണ്. വെള്ളം എടുത്താൽ പൈപ്പ് അങ്ങ് തുറന്ന് സെറോന്ന് പറഞ്ഞ വെള്ളം കൂടെ കാണാം. എന്തൊക്കെയോ കാണാൻ കൂടെ അങ്ങനെ കാണിച്ചു വെക്കും. ആ, എവട്ടെ, ഒന്നിനും ഒരു ലിമിറ്റില്ല. ഒരു സാധനം എടുക്കുന്നതിനൊരു ലിമിറ്റില്ല. ആ, അത് ശരിയാവൂന്നേ. ആ, അത് തന്നെ. പുതിയ വീടൊക്കെ അല്ലേ, അവരങ്ങനെ ധാരാളിത്തമായിട്ട് ജീവിച്ച ആൾക്കാരാണല്ലോ. നമുക്കതിന് പറ്റുമോ? ആ, എൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ, കണക്കാ. ആ, റെഡി ആവുമായിരിക്കും. ആ ആ, അത് തന്നെ പുതിയ വീടല്ലേ. ഒരു ഗുണ എന്ന് പറഞ്ഞ അങ്ങ് ചെയ്യും. ഒരു ദിവസം ഇട്ടത് പിറ്റേ ദിവസം ഇടൂല. സോപ്പ് എത്രയാ വെച്ച്? ഒരാഴ്ചക്ക് വേണ്ട സോപ്പ് 2 ദിവസം കൊണ്ട് തീർത്തോളൂ. ആ, ശരി, ഇജ്ജ് വിളിക്ക്, ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങ് എപ്പോഴെങ്കിലൊക്കെ കേട്ടോ. ആ, ശരി. ഉമ്മ, പഞ്ചസാര കഴിഞ്ഞിരിക്കുന്നല്ലോ. വേറെ എവിടെയെങ്കിലും എടുത്തു വെച്ചിരിക്കുന്നോ? ചായ വെക്കാൻ നോക്കുമ്പോൾ പഞ്ചസാര കാണുന്നില്ല. ആ, പഞ്ചസാര മൊത്തം തീർന്നോ ഇപ്പോൾ? അത് കൊള്ളാം. ഈ 2 ദിവസം മുന്നേ അല്ലേ ഈ പഞ്ചസാര മൊത്തം മേടിച്ചോണ്ട് വന്നത്? ഇത് വല്ലാത്ത പുതുമയായി പോയല്ലോ.
ഇത് വല്ലാത്ത ധാരാളിത്തമാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ പോയാലൊന്നും ശരിയാവൂല. പാപ്പ ഇനി പറഞ്ഞാലൊന്നും ഇപ്പം മേടിച്ചുകൊണ്ട് തരുമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഷുഗറും പാപ്പയ്ക്കും ഷുഗറാണ്. ഞങ്ങളാരും ഇനി മാത്രമുള്ള പഞ്ചസാരയൊന്നും കൂട്ടുന്നില്ല. എൻ്റെ കൂട്ടലും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 2 ദിവസത്തേക്കൊന്നും വാപ്പച്ചി മേടിച്ചുകൊണ്ട് തരൂല. ഇജ്ജ് അവിടെ ആ ബെല്ലം ഇരിപ്പുണ്ട്, ആ ബെല്ലം എടുത്തിട്ട് വല്ല കാപ്പിയും വെക്ക്. 2 ദിവസത്തേക്ക് ഇനിയിപ്പോൾ അങ്ങനെ കഴിയാം. എനിക്ക് വേണ്ട നിങ്ങളുടെ ബെല്ല ചായയൊന്നും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? റബ്ബേ. ഇജ്ജ് എങ്ങോട്ട് പോവുക ഇപ്പൊ ഈ ബാഗൊക്കെ എടുത്തിട്ട്? ഞാനേ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് പറ്റൂല ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. വാർത്ത കൈക്ക് ഉപ്പ് തെക്കാത്തൊരു ഉമ്മയും അതിന് പറ്റിയൊരു മോനും. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ജീവിച്ചു പോരുന്നത്. ഒരു നല്ല കുടുംബജീവിതം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരൂ. എന്തൊക്കെയായിരുന്നു കല്യാണത്തിൻ്റെ മുന്നേ പറഞ്ഞിരുന്നത്? പാരമ്പര്യ സ്വത്തുണ്ട്, മകന് ഭയങ്കര ജോലിയുണ്ട്, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. ഇങ്ങനെ കഴിയാനേ ഒരു പാരമ്പര്യ സ്വത്തിൻ്റെയും ആവശ്യമില്ല. ഞാൻ ആ ബ്രോക്കറെ ഒന്ന് കാണട്ടെ. ഇന്നത്തെ ത്യാഗമൊക്കെ സഹിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് കഴിയുകയല്ല ഇവിടെ. ഇപ്പോഴത്തെ കാലം ഒരുപാട് മാറിപ്പോയി. ഈ പൊട്ടക്കഞ്ചി കിടക്കുന്ന തവളേനെ പോലെ ആവി പോകരുത്. അറ്റ്ലീസ്റ്റേ കെട്ടിക്കൊണ്ടെന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാനെങ്കിലും കെട്ടിയവനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് നോക്കണം. സ്വന്തം മകനോട് അതൊന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെയായിരിക്കും ജീവിതം.